ഹേ ഗൈസ്, ഇറ്റ്സ് മീ ബിയോണ്ട് പെർസെപ്ഷൻ സിനാൻ. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ട് റിവ്യൂ ഇട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. ഇപ്പോഴും നമ്മൾ ഈ മൂവി റിവ്യൂ ആയിട്ട് തന്നെയാണ് വരുന്നത്. തുടക്കം, യെസ്, മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം ഫിലിം കാണാൻ പോവുകയാണ്. ഓൾറെഡി ലേറ്റാണ്. 11:45 ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത്. 12 മണിക്കാണ് ഷോ. ഒരു 10 മിനിറ്റ്സ് വാക്കിംഗ് കൊണ്ട് ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ കൈ പിടിച്ചാൽ ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റുന്നില്ല. സോ ഞാൻ തിയേറ്ററിൽ എത്തിയിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. അപ്പോൾ ഇൻ്റർവെല്ലായി. ഞാനിപ്പോൾ ഈ തിയേറ്ററിൽ എത്തിയ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ലേറ്റായി. കറക്റ്റ് ടൈമിൽ ഷോന് കയറാൻ പറ്റി. ടിക്കറ്റ് എടുത്ത് കറക്റ്റ് ടൈമായിരുന്നു. ഇപ്പോൾ ഇൻ്റർവെല്ലായി. ഇവിടെ ഇൻ്റർവെല്ലിൽ ഒരു രക്ഷയില്ല. നമ്മൾ എഡ്ജ് ഓഫ് ദി സീറ്റ് പിടിച്ചിരിപ്പിക്കാനുള്ളൊരു സംഭവം പടത്തിലുണ്ട്. ആൻഡ് സെക്കൻഡ് ഹാഫിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ബാക്കി പറഞ്ഞാൽ കണ്ടിട്ട് പറയാം ഗൈസ്. ആൻഡ് എസ്പെഷ്യലി ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോൻ വില്ലൻ്റെ റോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയത്. ഞാൻ ബാക്കി കണ്ടിട്ട് പറയാം. അങ്ങനെ പടം കണ്ടു കഴിഞ്ഞു. ഒരു എന്താ പറയണ്ടേ, ഒരു കിടിലം പടം എന്നൊന്നും പറയില്ല, മോശം പടം എന്ന് പറയില്ല. നല്ലൊരു വൺ ടൈം വാച്ചബിൾ പടം. ഇഷ്ടപ്പെടും. നല്ല ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം പിഴച്ചിട്ടില്ല. അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ലാലേട്ടൻ കുറച്ച് സമയത്തേക്ക് വന്ന് ഒരു പൊളിച്ചങ്ങ് പോകുന്നുണ്ടോ. അങ്ങേരി പ്രായത്തിൽ ചെയ്യുന്ന ഫൈറ്റിൻ്റെ ഒരു ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പറയാൻ വയ്യ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോൻ രക്ഷയില്ലാത്ത അഭിനയമാണ്. പുള്ളിക്കാരനാകെ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ പടത്തിൽ. പുള്ളിക്കാരൻ ഡയലോഗിൻ്റെ ആവശ്യമില്ല. ഡയലോഗ് ഇല്ലാതെ തന്നെ പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട് പടം മുഴുവൻ. അപ്പോൾ ഗൈസ്, വ്ളോഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഞാൻ. ബട്ട് ഇതുവരെ ഒരു വ്ളോഗ് പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഫുൾ സിനിമ മൊത്തം സിനിമയാണ്. അതെനിക്കും അറിയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ കണ്ടൻറ്റ് കിട്ടുന്നില്ല ഗൈസ്. നല്ല കണ്ടൻറ്റ് കിട്ടുന്നില്ല. നല്ല കണ്ടൻറ്റ് കിട്ടിയാൽ നല്ല വീഡിയോസുമായി, നല്ല വ്ളോഗ് വീഡിയോസുമായിട്ട് വരാം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സമയമില്ല. അതാണ് മെയിൻ കാരണം. കണ്ടൻറ്റ് ആണെങ്കിൽ ഡ്യൂട്ടി ഒന്നും ഇല്ലാണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണം. അതിൻ്റെ ടൈം കിട്ടുന്നില്ല. കിട്ടും ഗൈസ്. കിട്ടുമ്പോൾ ഇനിയും നല്ല കണ്ടൻറ്റ് ആയിട്ട് ഞാൻ വരും. ഇല്ലെങ്കിൽ ഇനിയും ഖലീഫയും അതേപോലത്തെ കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, അതുപോലത്തെ വീഡിയോസുമായിട്ടും വരും. എല്ലാം ട്രൈ ചെയ്യും ഗൈസ്. എല്ലാ വീഡിയോസും ട്രൈ ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you guys. Bye.